CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ഇന്ന് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 18ാമത്തെ മിനിറ്റിലും 23ാമത്തെ മിനിറ്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് കോൾഡോ ഒബേറ്റി എന്നുള്ള ആ ഒരു പുതിയ താരം തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മൂന്നാമത്തെ ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് കോറോ സിംഗുമായിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ 4-4-2 എന്ന ഫോർമേഷൻ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾ പോസ്റ്റിൽ നോറ ഫെർണാണ്ടസും കൂടാതെ തന്നെ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഷെഹീഫ്, ബിഗാജ് സിംഗ്, ജുവാൻ റോഡ്രിഗസ്, സന്ദീപ് സിംഗ് എന്നിവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ നോഹ സദോയി, അഡ്രിയാൻ ലൂണ, ലഗാഡോർ കൂടാതെ തന്നെ കോറോ സിംഗ് എന്നിവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ നിഹാൽ സുധീഷിനെയും കൂടാതെ തന്നെ കോൾഡോ ഒബേറ്റിയെയും നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പകുതി മികച്ച പ്രകടനവും രണ്ടാമത്തെ പകുതി കുറച്ച് ശോകം പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം വരുന്നത് മുംബൈ സിറ്റി എഫ്സിയുമായിട്ടാണ്. ഈ വരുന്ന നവംബർ 6-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം വരുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 10-ൽ ഒരു A റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനലൊന്നും എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.